ആരാധനക്രമം അഥവാ ലിറ്റർജി ദൈവത്തിൽ നിന്നോ അതോ മനുഷ്യരുണ്ടാക്കിയ ആചാരമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കത്തോലിക്ക പാരമ്പര്യം പേറുന്ന എല്ലാവരും കേട്ടിരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ മൽപ്പാനച്ചൻ, കാര്യമറ്റച്ചൻ ഒരു നിർദ്ദേശം കുറേ നാളുകൾക്ക് മുമ്പ് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഞാൻ പല വീഡിയോസും ഇടുകയും ചെയ്തു. അതിനോടെല്ലാം പലതിനോടും വിയോജിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വായിച്ചിട്ടാണ് ഞാൻ ഈ കുർബാനയെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ പലതും പറയാൻ പോകുന്നത്. അപ്പോൾ കാര്യമറ്റച്ചൻ്റെ പ്രസ്താവനയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു സ്ഥാപിച്ചതും കാലക്രമത്തിൽ വിവിധ സാംസ്കാരിക സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടതുമായ വിശുദ്ധ കുർബാനയുടെ ആചരണം സ്ഥലകാലാനുസൃതമായ നവീകരണവും രൂപാന്തരീകരണവും ആവശ്യപ്പെടുന്നു. ഇതിനകത്തൊരു വചനം വിവിധ സാംസ്കാരിക സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടതുമായ വിശുദ്ധ കുർബാനയുടെ ആചരണം, അത് ഒരല്പം ആശയക്കുഴപ്പം സൃഷ്ടിക്കാവുന്ന പ്രസ്താവനയാണ്. യേശു ഏതാനും ചില തിരുവചനങ്ങൾ മാത്രമേ നൽകിയുള്ളൂവെന്നും ബാക്കിയെല്ലാം സ്ഥലങ്ങളും കാലങ്ങളും അനുസൃതമായി ആരൊക്കെയോ ഏതൊക്കെയോ മനുഷ്യർ കൂട്ടിച്ചേർത്തതാണെന്നും ചിലപ്പോൾ ഈ പെന്തക്കോസ്ത ദൈവസഭക്കാരും യഹോവ സാക്ഷികളും പറയുന്ന പോലെ സഭ കണ്ടുപിടിച്ചതാണെന്നും എറണാകുളത്ത് ചിലർ പറയുന്നത് പോലെ അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പ്രചാരണങ്ങളുണ്ട്. അതിനാൽ തന്നെ നമ്മൾ തോന്നും പോലെ ഇതൊക്കെ മാറ്റിമറിക്കാം. ജനങ്ങളെല്ലാവരും സമ്മേളിച്ച് ഭൂരിപക്ഷം തീരുമാനിച്ചാൽ ഈ കുർബാനയുടെ പല ആചാരങ്ങളും മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രചരണമുണ്ട്. കാരണം വിവിധ സാംസ്കാരിക സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടതും അത് ഈ ആചാരം മനുഷ്യരുണ്ടാക്കിയതുമാണ് എന്നാണ് വ്യാഖ്യാനം. മൽപ്പാനച്ചനെ പോലെയുള്ള ചില വേദശാസ്ത്രികൾ നമ്മുടെ ചില സെമിനാരികളിൽ അങ്ങനെ പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ അതല്ല സത്യം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോക്ലേറ്റിൽ പൊതിഞ്ഞ ഒരു അംശമാണ് മൽപ്പാനച്ചൻ്റെ പ്രസ്താവനയിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പല സെമിനാരികളിലും ചിലരൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛന്മാരെ തീർത്തും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവരെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ആ പഠിപ്പിച്ച പ്രൊഫസർമാരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനായിട്ട് അവർക്ക് തോന്നിയില്ല. അതാ അച്ഛന്മാരുടെ കുറ്റം. ഈ പഠിപ്പിക്കുന്ന അപ്പാടെ വിഴുങ്ങൽ അത് പാടില്ലല്ലോ. അപ്പം നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയുടെ ഇപ്പോഴത്തെ ആചരണം, ഈ ആചാരങ്ങൾ അത് വേദപുസ്തകത്തിലുണ്ടോ, യേശുക്രിസ്തു നൽകിയതാണോ, ദൈവത്തിൽ നിന്ന് വരുന്നതാണോ, ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ ധ്യാനിക്കാം. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് 3 സമാന്തര സുവിശേഷകന്മാരും പിന്നെ പൗലോസും നമ്മെ അറിയിക്കുന്നുണ്ട്. ക്രിസ്തുവർഷം 33 യേശു മരിച്ചു. അതിന് പിന്നാലെ തന്നെ വിശുദ്ധ കുർബാന എന്ന ലിറ്റർജി സഭയിൽ ആരംഭിച്ചു. 4-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയല്ല. സഭയിൽ നിലനിന്നിരുന്ന ആ ലിറ്റർജിക്കൽ വിശുദ്ധ പാരമ്പര്യമാണ് വിശുദ്ധ പൗലോസും ലൂക്കാസും ഒരു വശത്തും വിശുദ്ധ മർക്കോസും വിശുദ്ധ മത്തായിയും മറുവശത്തും രേഖപ്പെടുത്തുന്നത്. അതായത് വിവിധ സഭാ സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന പാരമ്പര്യം എഴുതുകയാണ്. അങ്ങനെ എഴുതുമ്പോൾ മർക്കോസും മത്തായും ഒരു പാരമ്പര്യം എഴുതുമ്പോൾ, വിശുദ്ധ പാരമ്പര്യം എഴുതുമ്പോൾ ലൂക്കാസും പൗലോസും മറ്റൊരു പാരമ്പര്യം എഴുതുന്നു. എന്നാൽ ഇവ തമ്മിൽ കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസങ്ങളുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, എടുത്ത് വായിച്ച് നോക്കാം. കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. ചരിത്രപരമായും ഇല്ല, ദൈവശാസ്ത്രപരമായും ഇല്ല. ഈ ഹെൻറി പെഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥകർത്താവിനെ കോട്ട് ചെയ്തുകൊണ്ട് ബെനഡിക്ട് മാർപ്പാപ്പ നസ്രത്തൽ യേശു എന്നുള്ള ആ ഗ്രന്ഥത്രയത്തിൽ 2ാമത്തെ വോള്യത്തിൽ 209, 210 പേജുകളിൽ ഇത് വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ബെനഡിക്ട് പാപ്പ പറഞ്ഞ കാര്യം അവതരിപ്പിക്കുന്നു എന്നാണ്, മറ്റുള്ളവർ പറഞ്ഞതൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് മറ്റൊരു പരാതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബെനഡിക്ട് മാർപ്പാപ്പ തനിച്ചങ്ങ് പറഞ്ഞിരിക്കല്ല, അദ്ദേഹം
കിട്ടാവുന്ന എല്ലാ ഉറവിടങ്ങളും പഠിച്ച് അതിന്റെ വെളിച്ചത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹെൻറി പെഷ് എന്ന് പറയുന്ന ആ ഗ്രന്ഥകർത്താവിനെ കൂട്ടുപിടിച്ചിട്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്വീകാര്യമായ ഏക ആരാധന ബലിയാണ്. ഈ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികൾക്ക് മനസ്സിലാകാത്തൊരു സംഗതിയാണ്. അവരുടെ വിചാരം നമസ്കരിക്കലാണ് ആരാധന എന്നാണ്. അതുകൊണ്ടാണ് ഈ ഏത് നമസ്കാരത്തെയും അവർ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആരാധനയാണ്. അങ്ങനെയല്ല. എത്രയോ രാജാക്കന്മാരെ നമസ്കരിക്കുന്ന രംഗങ്ങൾ എത്രയോ എണ്ണം ബൈബിളിലുണ്ട്. ജോസഫിനെ നമസ്കരിക്കുന്ന സഹോദരന്മാർ പഴയ നിയമത്തിലുണ്ട്. അപ്പം നമസ്കരിക്കുന്ന പറഞ്ഞാൽ ആരാധനയല്ല. ആരാധിക്കാൻ വേണ്ടി നമസ്കരിക്കാം, പക്ഷേ എല്ലാ നമസ്കാരവും ഇങ്ങനെ കുമ്പിടുന്നതും തലകുനിക്കുന്നതും ആരാധനയല്ല. ആരാധന എന്ന് പറയുന്നത് ബലിയാണ്, ബലി മാത്രമാണ്. ഏതെങ്കിലും വിശുദ്ധർക്ക് നമ്മൾ ബലി അർപ്പിക്കാറുണ്ടോ? ഏതെങ്കിലും പള്ളികളിൽ പരിശുദ്ധ കന്യകാമരത്തിന് നമ്മൾ ബലി അർപ്പിക്കാറുണ്ടോ? ഇല്ല. പിതാവായ ദൈവത്തിന് പുത്രൻ തമ്പുരാൻ തന്റെ ശരീരം തന്നെ ഒരിക്കൽ എന്നേക്കുമായി ബലിയർപ്പിച്ചു. ആ ബലി ഒരിക്കൽ എന്നേക്കുമായി, അത് ആവർത്തിക്കാൻ പറ്റില്ല, ആവർത്തിക്കേണ്ട കാര്യമില്ല. ആ ബലി ഇന്ന് അൾത്താരയിൽ പുനരവതരിപ്പിക്കപ്പെടുകയാണ്. എന്തിനാ? അന്നത്തെ ഭൂതകാലത്തെ ആ സംഭവത്തിൽ നമ്മളിപ്പോൾ ഉൾച്ചേരാൻ. അതിനു വേണ്ടിയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞത് അന്ത്യത്താഴത്തിലാണ്. പക്ഷേ അന്ത്യത്താഴം ഓർമ്മിക്കാനല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, നമ്മൾ ഈ അപ്പം മുറിക്കുമ്പോഴും ഈ പാനപാത്രം കുടിക്കുമ്പോഴും അവൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഘോഷിക്കുന്നത്. യേശുവിൻ്റെ മരണമാണ് പ്രഘോഷിക്കുന്നത്, ബലി. അപ്പോൾ യേശു പിതാവായ ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. അവരെന്താ ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ പാപം ചെയ്തു. അവർക്കുള്ള മരണശിക്ഷ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എൻ്റെ ജീവിതം നിനക്ക് ബലിയായി നൽകുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പിതാവിനെ നോക്കി പ്രാർത്ഥിക്കുന്ന പുത്രനിൽ ഇപ്പോൾ വൈദികൻ നിന്ന്, ഇൻ പെർസോണ ക്രിസ്തി, ആ യേശുവിൽ പുരോഹിതൻ നിന്ന് പിതാവായ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ അവരോട് ക്ഷമിക്കണമേ. അപ്പോൾ യേശു ക്രിസ്തുവിൽ നിന്നുകൊണ്ടാണ് വൈദികൻ പ്രാർത്ഥിക്കുന്നത്. യേശു ക്രിസ്തുവാകട്ടെ പിതാവിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, പിതാവേ. അതാണ് ഈ ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ചുരുക്കത്തിൽ ദൈവത്തിന് സ്വീകാര്യമായ ഏക ആരാധന യേശു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ബലിയാണ്. ആ ബലി ഇന്ന് റീഇനാക്ട് ചെയ്യുന്നു, വീണ്ടും അനുഷ്ഠിക്കപ്പെടുന്നു. എന്തിനാ? അന്നത്തെ ഭൂതകാലത്തെ ആ സംഭവം വെറും ഒരു ഭൂതകാല ഓർമ്മയായി നിൽക്കാതെ യാഥാർത്ഥ്യമായി തീർന്നില്ല. നമ്മളിതിൽ ഉൾച്ചേരണം. അല്ലെങ്കിൽ വിശ്വാസം വെറും ഭാവനയായി നിൽക്കും. വിശ്വാസം വെറും ഭാവനയായി നിൽക്കാതെ ഈ യേശു ഒരിക്കൽ എന്നേക്കും അർപ്പിച്ച ബലി, അതായത് മരണം വരെയുള്ളവന്റെ അനുസരണം, അതാണ് ബലി. മരണം വരെയുള്ളവന്റെ അനുസരണം, അതായത് പിതാവിന്റെ ആഗ്രഹം. കാളക്കിടാങ്ങളുടെയും കോലാട്ട് കൊറ്റന്മാരുടെയും ബലികൾ അങ്ങ് സംപ്രീതനായില്ല. അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കി. ഇതാ നിന്റെ ഹിതം നിറവേറ്റാൻ ഞാൻ വരുന്നു. ആ ശരീരം സജ്ജമാക്കിയത് എന്തിനാ? ബലിവസ്തുവായി പിതാവിന് തന്നെ അർപ്പിക്കാൻ. അതായിരുന്നു ദൈവത്തിന്റെ ഹിതം. ആ ഹിതം നിറവേറ്റാൻ ഞാനിതാ വരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. ഹെബ്രായ ലേഖനം 10:4 മുതൽ വായിക്കാം, 3 തൊട്ട് വായിക്കാം. ചുരുക്കത്തിൽ ഞാൻ ആവർത്തിക്കുന്നതിന് കാരണം ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികൾ, ദൈവസഭക്കാർ, പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾ. അതുകൊണ്ട് ഞാൻ ഈ ടോക്ക് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം. ഞാൻ ആവർത്തിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. എനിക്കറിയാം ഞാൻ ആവർത്തിക്കുന്നുണ്ടെന്ന്. പക്ഷെ അത് അത്രമാത്രം നമ്മൾ മറിച്ചൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ്. അത് വൈദികർക്കുണ്ട്, മെത്രാന്മാർക്കുണ്ട്, സാധാരണക്കാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ രൂഢമൂലമായിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, 4ാം വട്ടം ആവർത്തിക്കുകയാണ്. ദൈവത്തിന് സ്വീകാര്യമായ ഏക ആരാധന ബലിയാണ്. യേശു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ആ ബലി ഇന്ന് പുനരവതരിപ്പിച്ച് അതിൽ നമ്മൾ ഉൾച്ചേർന്ന് അവന്റെ ജീവൻ തന്നെ നമുക്ക് തരികയാണ്. അപ്പോഴാണ് ശരിക്കും ഉൾച്ചേർന്ന് നടക്കുക. അതാണ് ദിവ്യകാരുണ്യം. ഈ ഒരിക്കൽ
യേശു ഒരിക്കൽ എന്നേക്കുമായി കുരിശിൽ നൽകിയ അലംഘനീയമായ ഈ അനുസരണം, മരണം വരെയുള്ള അനുസരണം, ആ മരണം അവനെ പ്രത്യാഗമനം വരെ പ്രഘോഷിക്കുകയാണ് അപ്പം മുറിക്കുമ്പോൾ എന്ന് പൗലോസ് പറഞ്ഞത് നമ്മൾ കേട്ട് കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 1 കൊരിന്തോസ് 11:26. അതാണ് ഓർമ്മിക്കേണ്ടതെന്ന് യേശു അന്ത്യത്താഴത്തിൽ വെച്ച് തന്നെ കൽപ്പന നൽകി. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല, കർത്താവിന്റെ കുരിശിലെ മരണമാണ്, ബലിയാണ് നമ്മൾ ഓർക്കുന്നത്. ഓർക്ക മാത്രമല്ല, അത് പുനരവതരിപ്പിക്കുകയാണ് പരിശുദ്ധാത്മന്റെ ശക്തിയിൽ, വചനത്തിന്റെ ശക്തിയിൽ. തൻ്റെ ഏക ബലി തൻ്റെ പ്രത്യാഗമനം വരെ തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന്, അതാണ് ഏക സത്യദൈവത്തിന് സ്വീകാര്യമായ ആരാധനയെന്ന് യേശു കൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, പ്രത്യുത അതിനുള്ള ഘടന നൽകുകയുമാണ്. ഇത് ഞാനൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ഏക ബലി തൻ്റെ പ്രത്യാഗമനം വരെ തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന്, അതാണ് ഏക സത്യദൈവത്തിന് സ്വീകാര്യമായ ആരാധനയെന്ന് യേശു കൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, പ്രത്യുത അതിനുള്ള ഘടന നൽകുകയുമാണ്. ആരാധനയായും ആരാധനയ്ക്ക് വേണ്ടിയുമാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ആരാധനയായും ആരാധനയ്ക്ക് വേണ്ടിയുമാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈ തിരുവചന ഭാഗം ആരാധനയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നെന്നും അത് ആരാധനയായിരുന്നെന്നും ആരാധന മനസ്സിൽ കണ്ടുകൊണ്ടാണ് യേശു രൂപപ്പെടുത്തിയതെന്നും സഭ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് തുടക്കം മുതൽ സഭ അപ്പം മുറിക്കൽ എന്ന വിശുദ്ധ കുർബാന ആചരിച്ചു തുടങ്ങിയത്. തുടക്കം മുതൽ വിശുദ്ധ പൗലോസ് കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം എഴുതുന്നത് ക്രിസ്തുവർഷം 56 ആ കൊരിന്തോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൽ നിന്ന് പ്രാപിച്ചത് AD 33 അല്ലെങ്കിൽ 34, പൗലോസ് ആണെങ്കിൽ 35 ഉത്ഥാനം ചെയ്ത കർത്താവിൽ നിന്ന് സ്വീകരിച്ചത്. പക്ഷെ അതിനുശേഷം ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്പോസ്തലന്മാരെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ ഞാൻ ഭരമേൽപ്പിച്ചു, പണ്ട് വന്നപ്പോൾ ഞാൻ ഭരമേൽപ്പിച്ചു, അതിപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് ലേഖനത്തിൽ. അപ്പോൾ കർത്താവ് മരിച്ചതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഈ അപ്പം മുറിക്കൽ എന്ന വിശുദ്ധ കുർബാന ആചരിച്ചു തുടങ്ങി. അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാനയല്ലെന്ന് പറഞ്ഞിട്ട് ചില ബന്ധക്കസ്തകാർ വരും. അവർക്ക് ബോധമല്ലെന്ന് കരുതിയാൽ മതി. കാരണം അപ്പം മുറിക്കൽ വിശുദ്ധ കുർബാനയല്ലെങ്കിൽ ഈ അപ്പത്തിൽ ഭക്ഷിക്കുന്നതിന് മുമ്പ് ആത്മശോധന ചെയ്യണമെന്ന് എന്തിനാ പൗലോസ് പറയണേ? ഈ പാനപാത്രം കുടിക്കുന്നതിന് മുമ്പ് ആത്മശോധന ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ നിങ്ങളിൽ പലരും ബലഹീനരായി, ദുർബലരായി, രോഗികളായി മരിച്ചുപോയി. അപ്പൊ സാധാരണ അപ്പം ഭക്ഷിക്കുകയല്ലല്ലോ ഇത്. അപ്പം മുറിക്കല് യഹൂദർക്കുണ്ടായിരുന്നു, പക്ഷെ ആ യഹൂദരുടെ അപ്പം മുറിക്കലല്ല ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നത്. ചുരുക്കത്തിൽ ഈ തിരുവചനം ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും കുർബാനയെ സംബന്ധിക്കുന്ന തിരുവചനം ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും ആരാധന മനസ്സിൽ കണ്ടുകൊണ്ടാണ് യേശു രൂപപ്പെടുത്തിയതെന്നും സഭ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് തുടക്കം മുതൽ സഭ അപ്പം മുറിക്കൽ എന്ന വിശുദ്ധ കുർബാന ആചരിച്ചു തുടങ്ങിയത്. യേശു അങ്ങനെ ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ സഭയോ ഏതെങ്കിലും മനുഷ്യരോ അത് കണ്ടുപിടിക്കുമായിരുന്നോ? കണ്ടുപിടിച്ചാലും സഭയാകെ അത് സ്വീകരിക്കുമായിരുന്നോ? ഞാൻ ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ വായിക്കുകയാണ്. സഭയാണ്, ക്രിസ്തീയ സമുദായമാണ് വിശുദ്ധ കുർബാന കണ്ടുപിടിച്ചതും ആരംഭിച്ചതും അതിന് രൂപം കൊടുത്തതും എന്ന വാദം തുലോം അർത്ഥശൂന്യമാണ്. കാര്യമറ്റച്ചൻ ഇത് കേട്ടാൽ കൊള്ളാം, ഇതൊന്ന് വായിച്ചാൽ കൊള്ളാം. അങ്ങനെ ഒരു ചിന്ത ആരുടെ മനസ്സിലാണ് ഉദിച്ചത്? അങ്ങനെ ഒരു മഹൽ സത്യം ആരാണ് സ്വപ്നം കണ്ടത്? അത് ആരുടെയെങ്കിലും കണ്ടുപിടുത്തമായിരുന്നെങ്കിൽ ആദ്യ തലമുറയിലെ അതായത് ക്രിസ്തുവർഷം 30കളുടെ ആരംഭത്തിലെ പ്രബുദ്ധരായ ക്രൈസ്തവ വിശ്വാസികൾ യാതൊരു ചോദ്യവും ഉന്നയിക്കാതെ അത് സ്വീകരിക്കുമായിരുന്നോ? നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്രയത്തിലെ രണ്ടാമത്തെ വോല്യം 220 പേജിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ്. ഇല്ല, മറിച്ച് അത് യഥാർത്ഥത്തിൽ യേശുവിന്റെ തന്നെ തിരുവചനങ്ങളായതുകൊണ്ടാണ് അത് ആരാധനയുടെ അനിവാര്യ ഭാഗമായി തീർന്നത്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, അന്യൂനമായ ഭാവന കൊണ്ടും അസാധാരണമായ ആഖ്യാന ചാരതയോടെയും
ആരാധനക്രമം മനുഷ്യർ ഉണ്ടാക്കുകയായിരുന്നില്ല. അന്യൂനമായ ഭാവന കൊണ്ടും അസാധാരണമായ ആഖ്യാന ചാരുതയോടെയും ലിറ്റർജി അഥവാ ആരാധനക്രമം മനുഷ്യർ ഉണ്ടാക്കുകയായിരുന്നില്ല. എറണാകുളത്ത് വിമത വൈദികരോടും അവർ സപ്പോർട്ട് ചെയ്യുന്ന മെത്രന്മാരുടെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ആദിമസഭ അങ്ങനെയല്ല മനസ്സിലാക്കിയത്. യേശുവിന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ തിരുവചനത്തെ പേർത്തും ബോധ്യപ്പെടുത്താൻ അത് ആരാധനക്രമത്തിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പരിശുദ്ധാത്മ നയിക്കപ്പെടുന്നതാണ് ഈ സഭ. അതിനാൽ ആരാധനക്രമത്തിന്റെ മേലാപ്പും വലിയ പരിവേഷമൊക്കെ അതിന് വന്നു ചേരുന്നുണ്ട്. ആദ്യം തൊട്ട് അവസാനം എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു പറഞ്ഞതല്ല. പക്ഷേ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന സഭയാണ് ചേർത്തത്. അപ്പോഴും മനുഷ്യരുണ്ടാക്കിയതല്ല. പാരമ്പര്യത്തിന്റെ കൈമാറ്റത്തില്, ഈ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പാരമ്പര്യത്തിന്റെ കൈമാറ്റത്തില് മുഖ്യമായതിനെല്ലാം അവർ കേന്ദ്രീകരിച്ചു ആദിമസഭ. ചിലതിനെ കൊണ്ടു, ചിലതിനെ വിട്ടുകളഞ്ഞു. അങ്ങനെ ഒരു ത്യാജ വിവേചനം സഭ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെല്ലാം വിധത്തില് ഈ പാരമ്പര്യം ഇങ്ങനെ ത്യാജ്യ സംഗതികൾ ചിലത് ഉൾക്കൊണ്ടു, ചിലത് വിട്ടുകളഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം വളരെ തീർച്ചയായിരുന്നു. അവസാന രാത്രിയിൽ യേശു ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത് എന്താണോ അതിനെ ഒരിക്കലും മാറ്റിമറിച്ച് അവതരിപ്പിച്ചില്ല. ഇത് പൗലോസ് അടിവരയിട്ട് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 23 മുതൽ 26 വരെ നമുക്ക് വായിക്കാം. എന്തെന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം മുറിച്ച് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് കുടിക്കുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ ഒരു വാക്ക് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം, അന്ത്യത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. അത്താഴത്തിന് ശേഷം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? എറണാകുളത്ത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണ്. അന്ത്യത്താഴത്തിൽ കർത്താവ് ഇരുന്ന പോലെ ഇരുന്നാൽ മതി. അന്ത്യത്താഴത്തിൽ എങ്ങനെ ഇരുന്നെന്നുള്ള കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ വിചാരിക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ ലിയനാർഡോ ദാവിഞ്ചി വരച്ച പെയിന്റിംഗ് ആണ് ശരിയെന്ന്. അതല്ല എന്ന് ഞാൻ അനേകം വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുക. ട്രിക്ലിനിയം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അന്ത്യത്താഴത്തിൽ അവർ ഇരുന്നത്. 3 ടേബിളാണ് പൊക്കം കുറഞ്ഞത്. നിലത്താണ് ഇരിക്കുക. കുഷൻ ഇട്ടിട്ടോ അല്ലെങ്കിൽ ബെഡ് ഇട്ടിട്ടോ നിലത്താണ് ഇരിക്കുക. ഇങ്ങനെയുള്ള ഒരു സി ആകൃതിയിൽ ടേബിള്. ഇതിന് നടുക്കല്ല യേശുക്രിസ്തു ഇരുന്നത്, ഈ അറ്റത്താണ്. ഇടത്ത് വശത്ത് യൂദാസ്, വലത്ത് വശത്ത് യേശു സ്നേഹിച്ച ശിഷ്യൻ. പത്രോസ് ഇരിക്കുന്നത് ഈ അറ്റത്താണ്. അതാണ് ഈ ദാസൻ ഇരിക്കേണ്ട സ്ഥലം, അതായത് സെർവന്റ്, പരിചാരകർ ഇരിക്കേണ്ട സ്ഥലം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണമെന്ന് കർത്താവ് പറഞ്ഞിരുന്നു. പത്രോസാണ് ഒന്നാമൻ. യേശു തന്നെ അവൻ ഒന്നാമനിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പരിചാരകൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയാണ്. യേശു ഇരിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് പത്രോസിന് നേരിട്ട് ചോദിക്കാൻ പറ്റാതെ ഈ യേശു സ്നേഹിച്ച ശിഷ്യനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു, ആരാണ് ഒറ്റ കൊടുക്കുക എന്ന്. യൂദാസ് ഇടത്ത് വശത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് എന്നോടൊപ്പം കൈമുക്കുന്നവൻ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് കർത്താവ് പറയുന്നത്. ഞാൻ ആർക്കാണോ അപ്പകഷ്ണം കൊടുക്കുന്നത് അവൻ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറയുന്നത്. ഈ യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിന്റെ മടിയിലേക്ക് ചാരിക്കിടക്കുക. ലിയനാർഡോ ദാവിഞ്ചി വരച്ചതുപോലെ ഒരു ഡെസ്കിന്റെ അപ്പുറത്ത് വരുത്തിയിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നെഞ്ചിലേക്ക് ചാരിക്കിടക്കുക? മടിയിലിരുന്ന് നെഞ്ചിലേക്ക് ചാരിക്കിടക്കുക. യേശു യൂദാസൻ നെഞ്ചിലേക്കാണ് ചാരിക്കിടക്കുന്നത്. അതായത് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ്. അവൻ സ്നേഹിച്ചു, അവൻ അറിഞ്ഞു, അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ 13:1. തൊട്ട് താഴെ പറയാണ്, കാരണം യൂദാസ് ശിമിയോന്റെ മകനായ യൂദാസ് കറിയോത്തനെ പിശാചി തോന്നിപ്പിച്ചു യേശുവിന് ഒറ്റ കൊടുക്കാൻ. അപ്പൊ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. അപ്പൊ ഞാൻ പറയാണ്, അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല, ഈ അന്ത്യത്താഴിൽ ഇരിക്കുന്നത് പോലും ഇങ്ങനെയാണ്. അല്ലാതെ ഈ എറണാകുളത്ത് അവർ വിചാരിക്കുന്നത് പോലെ
അച്ഛൻ അപ്പുറത്തും ജനങ്ങൾ ഇപ്പുറത്തുമായിട്ട് അന്ത്യത്താഴത്തിൽ ഇരുന്ന്, എന്നിട്ടെന്തേ നിങ്ങൾ ഇരിക്കാത്ത? എന്താ എഴുന്നേറ്റ് നിൽക്കണേ? അന്ത്യത്താഴത്തിൽ അവർ ഇരിക്കുകയായിരുന്നല്ലോ, എന്തേ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണേ? അപ്പൊ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണോ? അല്ല, ഉത്ഥിതനായ കർത്താവിനെ കണ്ടുമുട്ടുന്ന രംഗമാണ് വിശുദ്ധ കുർബാന. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. ആ ഉത്ഥിതന്റെ തിരുവുത്ഥാനത്തിന്റെ ചിഹ്നമാണ് എഴുന്നേറ്റ് നിൽക്കുക, ജീവന്റെ ചിഹ്നം. എന്തുകൊണ്ടാണ് ഞായറാഴ്ചയ്ക്ക് കുർബാന, എല്ലാ കുർബാനയ്ക്കും എഴുന്നേറ്റ് നിൽക്കുന്നത്? അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെങ്കിൽ നമ്മൾ കിടക്കുക ചെയ്യേണ്ടത്. പള്ളിയിൽ ചിലർ കിടക്കുന്നവരുണ്ടാകാം. ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് ചൊല്ലുന്നത്. കുംഭസാരം, കുർബാനയിൽ 2 കുംഭസാരമുണ്ട്. ആ സമയത്ത് മാത്രമാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. സീറോ മലബാർ കുർബാനയിൽ, ലത്തീൻ കുർബാനയിൽ 1 കുംഭസാരമുണ്ട്. ആ സമയത്ത് അതിൻ്റെ ആചാരങ്ങൾ വേറൊരു ദൈവശാസ്ത്രമാണ്. അത് നമുക്ക് പിന്നീട് ഈ ലത്തീൻ ലിറ്റർജിയും സീറോ മലബാർ ലിറ്റർജിയും നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇതൊന്ന് കഴിഞ്ഞിട്ട്, ഈ മൽപ്പാനച്ചുള്ള മറുപടി കഴിഞ്ഞിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കുർബാനയെക്കുറിച്ച് പഠിച്ചു പോകാം. ലത്തീൻ ലിറ്റർജിയും അതുപോലെ പൗരസ്ത്യ ലിറ്റർജിയും പല കാര്യങ്ങളിലും ഒന്നാണ്, ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, അതിന് ദൈവശാസ്ത്രങ്ങളുണ്ട് താനും. ചുരുക്കത്തിൽ അന്ത്യത്താഴത്തിന് ശേഷം, അത്താഴത്തിന് ശേഷമാണ് പാനപാത്രമെടുത്ത് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. പുതിയ ഉടമ്പടി, യേശുവിൻ്റെ അലംഘനീയമായ അനുസരണം എന്ന ആ ഹൃദയത്തിൽ എഴുതിയ ഉടമ്പടി, അതാണ് വിശുദ്ധ കുർബാന. ഉടമ്പടി പാനം ചെയ്യാനാണ് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. രക്തം പാനം ചെയ്യാനല്ല, ഉടമ്പടി പാനം ചെയ്യാൻ. രണ്ടിനും 2 അർത്ഥങ്ങളുണ്ട്. അതെല്ലാം ഒന്നിനോട് ചേർന്ന് പോകുന്നതാണ്, ഒന്ന് മറ്റൊന്നിനെ റദ്ദാക്കുകയല്ല. വീണ്ടും ബെനഡിക്ട് പാപ്പായുടെ വാക്കുകൾ, യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ദിവ്യകാരണം എന്ന ആശയം ഉദിച്ചുയരാനാകുമായിരുന്നുള്ളൂ. ആധികാരികമായി മോശയുടെ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചിന്താധാരകളെ കോർത്തിണക്കാനും, റദ്ദാക്കാനല്ല, കോർത്തിണക്കാനും, എറണാകുളത്ത് അവർ പഴയ നിയമം റദ്ദാക്കുകയാണ്, കോർത്തിണക്കാനും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പാരമ്പര്യത്തോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് തന്നെ തന്റെ പുത്രത്വത്തിന്റെ മൗലികവും നവീനമായ ചൈതന്യം പ്രസരിപ്പിക്കാനും യേശുവിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. യേശു അങ്ങനെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് സഭ തന്റെ ആരംഭകാലം മുതൽ തന്നെ അവളുടെ വൈവിധ്യമാർന്ന പൈതൃക പാരമ്പര്യ പ്രകാശനങ്ങളിൽ യേശു താൻ ഒറ്റക്കെടുക്കപ്പെട്ട രാത്രി ചെയ്തതുപോലെ അപ്പം മുറിക്കാൻ തുടങ്ങിയത്. ഞാൻ മുമ്പ് പറഞ്ഞൊരു വാചകം ആവർത്തിക്കുകയാണ്. യേശു ഇത് ആവർത്തിക്കാൻ പറയുക അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് ചെയ്യാൻ പറയുക മാത്രമല്ല ചെയ്തത്, അതിൻ്റെ ഘടന നൽകി. ആ ഘടനകൾ നമുക്ക് ചിലതൊന്ന് നോക്കാം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ സംഭവം നോക്കുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. ആ ശിഷ്യന്മാരുടെ കൂടെ വഴിയിൽ സഞ്ചരിച്ച് വചനം വ്യാഖ്യാനിക്കുകയാണ് യേശു. നമ്മൾ ബേമയിലേക്ക് സുവിശേഷം കൊണ്ടുവരികയാണ്. ഒരു സെക്കൻഡ്. ഞാനൊരു ബൈബിള് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഈ ബൈബിൾ അല്ല കേട്ടോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ ആരംഭത്തിൽ വായിക്കുമ്പോൾ സെൻസ് മനസ്സിലാകാൻ ഫസ്റ്റ് റീഡിങ്, ബൈബിൾ ആദ്യം വായിക്കുമ്പോൾ വായിക്കുന്ന ബൈബിളാണ് ഗുഡ് ന്യൂസ്. നമ്മൾ മറ്റ് മതസ്ഥർക്കൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ഇതാണ്. പഠിക്കാൻ പറ്റില്ല, പക്ഷേ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമാണ് കുറച്ചും കൂടി. അപ്പോൾ ഈ ഗുഡ് ന്യൂസ് ബൈബിള്, അപ്പം ഓരോ ലക്ഷ്യം എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ബൈബിൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം മൂലകൃതിയിലുള്ളത്, ഹീബ്രുവിലോ ഗ്രീക്കിലുള്ളത് അങ്ങനെ തന്നെ തർജ്ജമ ചെയ്യാൻ ഒന്നിനും പറ്റില്ല. അപ്പോൾ പല തർജ്ജമകളുണ്ട്, പല തർജ്ജമകൾ ഉപയോഗിക്കണം. അപ്പോഴാണ് നമുക്ക് കൃത്യം കുറച്ചും കൂടിയൊക്കെ അർത്ഥം മനസ്സിലാകുക. നോക്കുക, ബലിപീഠത്തിൽ നിന്ന് സഞ്ചരിക്കുകയാണ് വചനം ബേമയിലേക്ക്. യേശു വഴിയിൽ സഞ്ചരിച്ച്, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ വഴിയിൽ സഞ്ചരിച്ച് വചനം വ്യാഖ്യാനിക്കുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് സുവിശേഷ പുസ്തകം കൊണ്ടുവരുന്നത്. ഇത് ലത്തീൻ സഭയിലെ ലിറ്റർജിയിലുമുണ്ട്, സീറോ മലബാറിലുണ്ട്, മറ്റെല്ലാ സഭകളിലുമുണ്ട്. അത് എമ്മാവുസിലേക്ക് പോയ കർത്താവ് ചെയ്ത് കാണിച്ചതാണ്. ഇതാണ് ഞാൻ ഘടന നൽകിയെന്ന് പറയണേ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത്. എന്നിട്ട് ഭവനത്തിൽ ചെന്നപ്പോൾ അവൻ അപ്പം മുറിക്കൽ എന്ന അനാഫറ നടത്തുന്നു. കലാകാരന്മാരുടെ ഭാവനയിൽ ചിത്രങ്ങൾ മാത്രം കണ്ടിട്ട് കർത്താവ് ജനാഭിമുഖമായിട്ടാണ് അനാഫറ സമർപ്പിച്ചതെന്നും പറയരുത്. അതെല്ലാം കലാകാരന്മാരുടെ ഭാവനയാണ്. അവിടെ അനാഫറ, അവൻ അപ്പമെടുത്ത് പിതാവിങ്കിലേക്ക് നോക്കി, കൃതജ്ഞതാസ്തോത്രം എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് നോക്കി. നിങ്ങൾ യോഹന്നാൻ 17:1 വായിച്ചു നോക്കിയേ. യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി എന്നാണ്. മൽപ്പാനച്ചൻ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട് സ്വർഗം മുകളിലല്ലെന്ന്. ഒന്നുകിൽ മൽപ്പാനച്ചൻ നിങ്ങൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം.
യോഹന്നാൻ 17:1 പറയുന്നത് യേശു സ്വർഗത്തിലേക്ക് പിതാവിങ്കിലേക്ക് നോക്കി എന്നാണ്. കൃതജ്ഞതാസ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ പിതാവിങ്കിലേക്ക് നോക്കി പിതാവിങ്കിലേക്ക് പൊക്കിപ്പിടിക്കുകയാണ്. പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് കുരിശിൽ കിടന്ന് പറയണേ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നത് ദൈവമായ കർത്താവേ, കർത്താവായ ദൈവമേ, അങ്ങനെയല്ലേ? അതൊക്കെ നമുക്ക് ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് കർത്താവായ ദൈവമേ എന്നൊക്കെ പറയാൻ പറ്റുമോ? കർത്താവ് ആ മുമ്പിൽ നിൽക്കുന്ന ചേട്ടനാണോ? ദൈവം മുമ്പിൽ നിൽക്കുന്ന ചേർത്തിയാരാണോ? അവരെ നോക്കിയിട്ടാണോ കർത്താവായ ദൈവമേ എന്ന് പറയേണ്ടത്? പ്രാർത്ഥനകളെല്ലാം ദൈവത്തല്ലേ അഭിസംബോധന ചെയ്യുന്നത്. ചുരുക്കത്തില് ഈ കുർബാനയുടെ ഈ എമ്മാവസിലേക്ക് പോയ ആ രംഗം നോക്കിയാൽ വിശുദ്ധ കുർബാനയുടെ ഏതാണ്ട് മിക്കവാറും എല്ലാ ഘടകങ്ങളും തന്നെ അതിനകത്ത് കാണാം. അത് യേശുക്രിസ്തു നേരിട്ട് നൽകിയതല്ലേ? ഉത്ഥാനത്തിന്റെ അന്ന് സംഭവിച്ചതല്ലേ? ഉത്ഥാനത്തിന്റെ അന്ന് 4 നൂറ്റാണ്ട് കഴിഞ്ഞ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നൽകിയതാണോ? വീണ്ടും ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ, ആദിമകാലത്ത് വചനത്തിന്റെ ആരാധനക്രമം, ലിറ്റർജി ഓഫ് ദ വേർഡ്, സിനഗോഗിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. വേദഗ്രന്ഥത്തിലുള്ള വായന, അതേക്കുറിച്ചുള്ള വ്യാഖ്യാനം, അതിനെ അധികരിച്ചുള്ള പ്രഭാഷണം, തുടർന്നുള്ള പ്രാർത്ഥന എന്നിവയായിരുന്നു വചനത്തിന്റെ ആരാധനക്രമം. അത് സിനഗോഗിലെ ലിറ്റർജിയിൽ നിന്നാണ് കത്തോലിക്ക സഭ സ്വീകരിച്ചത്. അത് മനുഷ്യരുണ്ടാക്കിയതാ. ഇവ പിന്നീട് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തോട് കൂട്ടിച്ചേർത്തു. സിനഗോഗില് നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം 4:16 വായിക്കുക. അവൻ പതിവ് പോലെ സാബത്തിൽ സിനഗോഗിലേക്ക് പോയി. പതിവ് പോലെ എല്ലാ സാബത്തിലും അവൻ പോയിരുന്നു. സാബത്ത് അവൻ റദ്ദ് ചെയ്തിട്ടില്ല. സാബത്തിന്റെ ഉടമസ്ഥ ഞാനാണ്. അതുകൊണ്ട് ശനിയാഴ്ചത്തെ സാബത്ത് കർത്താവിന് ദിവസമായി ഞായറാഴ്ചയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞായറാഴ്ച എന്നല്ല. അത് സാബത്തിന്റെ ഉടമ ഞാനാണ്. കർത്താവ് എവിടെയാണ് സാബത്ത് ലംഘിച്ചതായിട്ടും ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. സാബത്ത് ലംഘിച്ചു എന്ന് എതിരാളികളാണ് പറഞ്ഞത്, യേശുവിന്റെ എതിരാളികൾ. ഇപ്പം മുണ്ടാടനച്ചൻ കർത്താവ് സാബത്ത് ലംഘിച്ചു, അതുകൊണ്ട് വിമതനായിരുന്നു എന്നാണ് മുണ്ടാടനച്ചൻ പറയണേ. മുണ്ടാടനച്ചനും യേശുക്രിസ്തുവും ഒരേ വിമത നേതാക്കന്മാരാണെന്നാണ് മുണ്ടാടനച്ചന്റെ വ്യാഖ്യാനം. നിങ്ങൾക്ക് മുണ്ടാടനച്ചനെ വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷേ യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ. ആദിമകാലത്ത് വചനത്തിന്റെ ആരാധനക്രമം, ലിറ്റർജി ഓഫ് ദ വേർഡ്, സിനഗോഗിൽ വെച്ചായിരുന്നു നടന്നത്. വേദഗ്രന്ഥത്തിനുള്ള വായന, അതേക്കുറിച്ചുള്ള വ്യാഖ്യാനം, അതിനെ അധികരിച്ചുള്ള പ്രഭാഷണം, തുടർന്നുള്ള പ്രാർത്ഥന എന്നിവയായിരുന്നു വചനത്തിന്റെ ആരാധനക്രമം. ഇവ പിന്നീട് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ കൂട്ടിച്ചേർത്തു. അതായത് സിനഗോഗിൽ നിന്നുള്ള സ്വാഭാവികമായിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ് ഈ ലിറ്റർജി ഓഫ് ദ വേർഡ്. അത് യേശുക്രിസ്തു തന്നെ ചെയ്തത് കൊണ്ടാണ്. പതിവ് പോലെ സാബത്തിൽ പോയി. അന്ന് അവൻ വചനം വായിക്കാനായിട്ട് അവൻ ക്ഷണിക്കപ്പെട്ടു. വചനം വായിച്ചു കഴിഞ്ഞാൽ അവൻ വ്യാഖ്യാനിച്ചു. ലൂക്കായുടെ സുവിശേഷം 4:16 മുതൽ വായിക്കുക 30 വരെ യേശു ചെയ്ത കാര്യമാണ്. അപ്പോൾ ഘടന കർത്താവല്ലേ തന്നത്? ഏതെങ്കിലും മനുഷ്യരുണ്ടാക്കിയതാണോ? എറണാകുളത്ത് വിമത വൈദികരെ ഒരുമിച്ച് ചേർന്ന് ഭൂരിപക്ഷ തീരുമാനത്തിൽ എടുത്താൽ മതിയോ? അങ്ങനെ 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയല്ല തേലക്കടത്തൻ പറയുന്നത് പോലെ. തേലക്കടത്തൻ പറയുന്നത് എല്ലാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ ചെയ്തെന്നാണ്. ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നു 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ ക്രിസ്തീയ ആരാധനയുടെ സത്താ ഘടകങ്ങളുടെ പരിണാമം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇത് വ്യക്തമാക്കാൻ ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധനം ഗ്രന്ഥത്തിലെ 3 ഖണ്ഡങ്ങൾ വായിക്കുകയാണ്. നിങ്ങൾക്ക് നേരിട്ട് വായിക്കാം, പക്ഷെ നമുക്കിത് ഈ വ്യാഖ്യാനം ചേർന്ന് പോകാൻ വേണ്ടി ഞാനും കൂടി വായിക്കുകയാണ്. 2-ാം നൂറ്റാണ്ടിൽ തന്നെ 1345 കത്തോലിക്ക സഭയുടെ മതബോധനം. 2-ാം നൂറ്റാണ്ടിൽ തന്നെ കുർബാനയുടെ ആഘോഷക്രമത്തിന്റെ അടിസ്ഥാന രൂപരേഖ സംബന്ധിച്ച് രക്തസാക്ഷിയായി വിശുദ്ധ ജസ്റ്റിൻ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. ഈ രൂപരേഖ എല്ലാ മുഖ്യ ആരാധനാക്രമ കുടുംബങ്ങളിലും ഇന്നോളം നിലനിൽക്കുന്നു. ഈ രൂപരേഖ അന്തോണിയോസ് പിയൂസ്, അദ്ദേഹം ജീവിച്ചിരുന്നത് 138 ക്രിസ്തുവർഷം 138 മുതൽ 161 എന്ന വിജാതി ചക്രവർത്തിക്ക് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് എന്തെന്ന് വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ജസ്റ്റിൻ ഉപദേശം നൽകി എന്ന് AD 155 യോഹന്നാന്റെ സുവിശേഷം പോലും ഈ ബൈബിളിൽ വേണോ വേണമെന്ന് ചർച്ച നടക്കുന്ന സമയമാണെന്ന് ഓർക്കണേ. AD 200 യോഹന്നാന്റെ സുവിശേഷം അന്തിമമായിട്ട്
പുതിയ നിയമത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടത്. അതുവരെ വലിയ ചർച്ചകൾ നടന്നു യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച്. AD 200 യോഹന്നാന്റെ സുവിശേഷം അന്തിമമായി ബൈബിളിലേക്ക് സ്വീകരിക്കപ്പെട്ടത്. അതിനും 45 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം നമ്മൾ പറയണേ. AD 155 രക്തസാക്ഷിയായി ജസ്റ്റിൻ എഴുതുകയാണ് അന്തോണിയോസ് പിയൂസ് എന്ന ചക്രവർത്തിക്ക്. എല്ലാവരുടെയും ദിവസം എന്ന് വിളിക്കുന്ന സൂര്യന്റെ ദിവസം നഗരത്തിലോ ഗ്രാമപ്രദേശത്തോ വസിക്കുന്ന എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടുന്നു. അപ്പസ്തോലന്മാരുടെ വ്യാഖ്യാനങ്ങളും പ്രവാചകന്മാരുടെ ലിഖിതങ്ങളും സമയം അനുവദിക്കുന്ന ക്രമത്തിൽ വായിക്കുന്നു. വായനക്കാരൻ വായിച്ചു കഴിയുമ്പോൾ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന വ്യക്തി മഹനീയങ്ങളായ കാര്യങ്ങൾ അനുകരിക്കാൻ അവരെ ഉപദേശിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടിയും എല്ലായിടത്തുമുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഞങ്ങൾ നീതിമാന്മാരായി കാണപ്പെടുന്നതിനും നിത്യരക്ഷ പ്രാപിക്കുന്നതിന് പ്രമാണങ്ങളോട് വിശ്വസ്തതയുള്ളവരായിരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ തീരുമ്പോൾ ഞങ്ങൾ പരസ്പരം ചുംബിക്കുന്നു. സമാധാന ആശംസ. അപ്പോൾ അപ്പവും വെള്ളവും കലർത്തിയ വീഞ്ഞുള്ള പാനപാത്രവും സഹോദരങ്ങളുടെ മേലധ്യക്ഷനായിരിക്കുന്ന വ്യക്തി അപ്പോൾ അപ്പവും വെള്ളം കലർത്തിയ വീഞ്ഞുമുള്ള പാനപാത്രവും സഹോദരങ്ങളുടെ മേലധ്യക്ഷനായിരിക്കുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം അവ എടുത്ത് പ്രപഞ്ചത്തിന്റെ പിതാവിന് പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ ദാനങ്ങൾക്ക് യോഗ്യരായി ഗണിക്കപ്പെട്ടതിന് കുറെ സമയം അദ്ദേഹം കൃതജ്ഞതയർപ്പിക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ യൂക്കറിസ്റ്റ്, വിശുദ്ധ കുർബാന. അദ്ദേഹം പ്രാർത്ഥനകളും കൃതജ്ഞതാ പ്രകാശനങ്ങളും ഉപസംഹരിച്ച് കഴിയുമ്പോൾ സന്നിഹിതരെ എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്നു. അധ്യക്ഷൻ നന്ദി പറയുകയും ജനങ്ങൾ പ്രത്യുത്തരയും പറയുകയും ചെയ്തു കഴിയുമ്പോൾ ഡീക്കന്മാർ എന്ന് ഞങ്ങൾ വിളിക്കുന്നവർ കൃതജ്ഞതാ സ്തോത്രം ചെയ്യപ്പെട്ട അപ്പവും വീഞ്ഞും വെള്ളവും സന്നിഹിതരായിട്ട് എല്ലാവർക്കും പങ്കുപറ്റാൻ നൽകുന്നു. സന്നിഹിതരല്ലാത്തവർക്ക് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നു. 1346 കത്തോലിക്ക സഭയുടെ മതബോധനം. കുർബാനയുടെ ആഘോഷം നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ കാലഘട്ടം വരെ പരിരക്ഷിക്കപ്പെട്ട ഒരു മൗലിക ഘടനയനുസരിച്ചാണ് വികസിച്ചു വന്നത്. ഒരു ഒറിജിനൽ സ്ട്രക്ചർ അനുസരിച്ച് മൗലികമായ ഐക്യമുള്ള 2 വലിയ ഭാഗങ്ങൾ അതിനുണ്ട്. വചന ശുശ്രൂഷ സമ്മേളനം, വായനകൾ, പ്രഭാഷണം, സാർവത്രിക പ്രാർത്ഥനകൾ എന്നിവയോടുകൂടെ സ്തോത്രയാഗ ശുശ്രൂഷ, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സമർപ്പണം, പവിത്രീകരണ, കൃതജ്ഞതാ പ്രകടനം, ദിവികാരുണ്യ സ്വീകരണം എന്നിവയോടുകൂടെ വചന ശുശ്രൂഷയും സ്തോത്രയാഗ ശുശ്രൂഷയും ഒന്നിച്ച് ആരാധനയുടെ ഒറ്റ പ്രവൃത്തിയായി രൂപപ്പെടുന്നു. കുർബാനിൽ നമുക്കായി സജ്ജീകരിക്കപ്പെട്ട വിരുന്ന മേശ ദൈവവചനത്തിന്റെയും കുർബാനിൽ നമുക്ക് സജ്ജീകരിക്കപ്പെട്ട വിരുന്ന മേശ ദൈവവചനത്തിന്റെയും കർത്താവിന്റെ ശരീരത്തിന്റെയും വിരുന്ന മേശയാണ്. 1347 ഉത്ഥിതനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോടൊപ്പം നടത്തിയ പെസഹ ഭക്ഷണത്തിന്റെ അതേ ക്രമം തന്നെയല്ലേ ഇതും? അവിടുന്ന് അവരോടൊപ്പം നടന്ന് അവർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അവരോടൊപ്പം മേശയ്ക്കിരുന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. AD 155 ചക്രവർത്തിക്ക് എഴുതിയ കത്താണ് നമ്മൾ വായിച്ചത്. എന്നിട്ട് കുർബാനയുടെ ആരാധനക്രമം മനുഷ്യരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ഈ ആചാരങ്ങൾക്ക് മാറ്റിമറിക്കാം, ഭൂരിപക്ഷ തീരുമാനം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധനം വിശ്വസിക്കുന്നോ അതോ വിമത വൈദിക നേതാവിന്റെ വ്യാഖ്യാനം സ്വീകരിക്കുന്നോ? ഈ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും പറയുന്ന പോലെ എല്ലാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്ന തേലക്കാട്ടത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ സ്വീകരിക്കുന്നോ അതോ കത്തോലിക്ക സഭയുടെ മതബോധനം സ്വീകരിക്കുന്നോ? ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് നിങ്ങൾ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് സഭ സ്ഥാപിച്ചതെന്നും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്നും കുരിശ് വരെ ആരംഭിച്ചതെന്നും ഇങ്ങനെ ഇത്രമാത്രം കത്തോലിക്ക സഭയെ അവമാനിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രമാത്രം വേദപുസ്തകത്തിൽ തെളിവ്. ഇന്നലെ ഞാൻ മഹറൻ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിളിലെ വചനങ്ങളെല്ലാം പറഞ്ഞിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അവന് സാത്താന് വിട്ടുകൊടുക്കാൻ പൗലോസ് പറയുന്നില്ലേ? അവന് സഭയിൽ നിന്ന് പുറത്താക്കി സാത്താന് വിട്ടുകൊടുക്കുക. മഹറൻ ശിക്ഷ പൗലോസ്ലീഗ പറഞ്ഞത്. അപ്പൊ ഈ ബൈബിൾ കൃത്യമായി പഠിക്കാതെ, കത്തോലിക്ക സഭയുടെ മതബോധനം പഠിക്കാതെ
നമുക്ക് കിട്ടിയ ചില്ലറ അറിവുകൾ മാത്രം വെച്ചിട്ട് ഇതൊക്കെ അങ്ങനെയാണ് എന്ന് പറയുകയാണോ ശരി? അത്രയും നിസാരവൽക്കരിക്കാൻ പാടുണ്ടോ? തുച്ഛീകരിക്കാൻ പാടുണ്ടോ? വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ നൈസർഗികവും ആന്തരികവുമായ ഘടകമാണ് ഈ ആരാധനക്രമത്തിന്റെ ഗർഭധാരണ പ്രക്രിയ. ക്രിസ്തുവിൽ നിന്ന് തുടങ്ങി അവൻ തന്നെ നൽകിയതാണ്. നാം കണ്ടതുപോലെ വിശുദ്ധ കുർബാന തിരുവുത്ഥാനത്തെ മുൻകൂട്ടി കാണുന്നു. അതിനാൽ വിശ്വാസികളുടെ ജീവനുള്ള സമൂഹം ദൈവാത്മാവിന്റെ മാർഗദർശനം അനുസരിച്ച് ഭക്തജനത്തിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഈ ദാനത്തിന് നിയതമായ രൂപം നൽകുന്നു. ലളിതമായി പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടായ്മ തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ദിവ്യ വരദാനത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി യുക്തമായ തിരുവചനത്തോട് ചേർന്ന് പോകുന്ന രൂപം കൊടുക്കുകയായിരുന്നു. തിരുവുത്ഥാനത്തെയും അതിന്റെ ജീവശക്തിയെയും ആത്മബലത്തെയും വിശുദ്ധ കുർബാന അടർത്തി മാറ്റി അവയെ പഴമയുടെ ചെപ്പിൽ ഒതുക്കിയിട്ട് അന്ത്യവിരുന്നിനെ വെറുതെ അനുകരിക്കുക മാത്രമേ വേണ്ടൂ എന്ന് വാദിക്കുന്ന പ്രൊട്ടസ്റ്റന്റുകാരുടെ യുദ്ധഗതി കർത്താവ് ശിഷ്യവൃന്ദത്തിന് നൽകിയ കുർബാന എന്ന വരദാനത്തിന്റെ അന്തസത്തയ്ക്കും സഹജഭാവത്തിനും ഒട്ടും ചേരില്ല. ഇതാണ് ഈ വിമതര് പറഞ്ഞ അന്ത്യാത്താഴത്തിന്റെ ഓർമ്മ എന്ന് പറയുന്ന അത് പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയാണ്. അത് പ്രൊട്ടസ്റ്റന്റുകാരുടെ ശുദ്ധഗതി കർത്താവ് നൽകിയ ആ കുർബാനയ്ക്ക് അതിന് അന്തസത്തയ്ക്ക് ചേരില്ല. ഞാൻ മറ്റൊരു മാതൃക, ക്രിസ്തു നൽകിയ മറ്റൊരു മാതൃക പറയാം. നടപടി ഗ്രന്ഥത്തിൽ 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുക. ചെറിയൊരു പ്രശ്നം നമ്മുടെ തർജ്ജമയിലുണ്ട്. അതായത് ലൂക്കാസ് അത് എഴുതിയപ്പോൾ കുത്തും കോമയും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ കുത്തും കോമയ്ക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അർത്ഥവ്യത്യാസം വരാം. അങ്ങനെ കുത്തും കോമയും ഇടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് ഉള്ള സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്നല്ല ഞാൻ തർജ്ജമ ചെയ്യുക, ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിരിക്കുമ്പോൾ എന്നാണ്. ഉപ്പ്, സോൾട്ട്. ഗ്രീക്ക് വാക്ക് സീന ലിപ്സോമെനോസ് എന്നാണ്. ഉപ്പ് ഭക്ഷിക്കുക എന്ന് പഴയ നിയമത്തിലേക്ക് പറഞ്ഞാൽ സ്ഥായിയായ സ്ഥിരമായ ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നാണ് അർത്ഥം. യേശു 40 ദിവസത്തേക്ക് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. 40 ദിവസത്തേക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചു. 40 ദിവസത്തേക്ക് അവൻ ഉപ്പ് ഭക്ഷിച്ചു. എമ്മാവസിലേക്ക് പോയ ആ ഉത്ഥാനത്തിന്റെ അന്ന് എമ്മാവസിലേക്ക് പോയപ്പോൾ സംഭവിച്ച കാര്യം 40 ദിവസത്തേക്ക് യേശു ചെയ്തു. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് നടന്നതുപോലെ 40 ദിവസത്തേക്ക് യേശു ചെയ്തു. അവൻ ചെയ്ത കാര്യം എന്താണ്? 40 ദിവസത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. 40 ദിവസത്തേക്ക് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. വചന ശുശ്രൂഷ, ലിറ്റർജി ഓഫ് ദ വേർഡ്. അതിലൂടെയാണ് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് അനേകം തെളിവുകൾ നൽകിയത്. എന്നിട്ട് 40 ദിവസത്തേക്ക് അവരോടൊപ്പം ഉപ്പ് ഭക്ഷിച്ചു. അനാഫറ, സ്ഥായിയായ ഉടമ്പടിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചു. എമ്മാവസിൽ വെച്ച് അനാഫറ ചെയ്തതുപോലെ യേശു അവരോടൊപ്പം ഉപ്പ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അനാഫറ നിർവഹിച്ചു. സ്ഥായിയായ പുതിയ ഉടമ്പടിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചു. അപ്പൊ ഈ ഘടന, ഇപ്പൊ നമുക്കുള്ള കുർബാന്റെ ഘടന കർത്താവ് ഈശോ മിശിഹ നൽകിയെന്നല്ലേ ലൂക്കാസ് നടപടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. 3-ാമത്തെ ഉദാഹരണം ഞാൻ മുമ്പേ പറഞ്ഞതാണ്. ക്രിസ്തു കുരിശില് ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മാത്രമല്ല സ്വർഗത്തിൽ നടക്കുന്നു എന്ന് ഞാൻ മുമ്പത്തെ ഒരു വ്യാഖ്യാനം പറഞ്ഞായിരുന്നു. അതിന് തെളിവുകൾ നൽകി. അവിടെ എന്താ പറയുന്നത്? പിതാവിന്റെ മുമ്പിലാണ് ക്രിസ്തു നിൽക്കുന്നത്. പിതാവിനെ നോക്കിയാണ് യേശു കിടക്കുന്നത്. എന്നിട്ട് പിതാവിനോട് പറയുന്നത്, പിതാവേ ഇവരോട് ക്ഷമിക്കണം, അവരെന്താ ചെയ്യുന്നവർ അറിഞ്ഞുകൂടാ. അവരുടെ പാപത്തിലുള്ള ശിക്ഷ, മരണം, ആ മരണം ഞാൻ ഏറ്റെടുക്കാം, അവരെ ജീവിപ്പിക്കുക. ഇതാണ് പിതാവിനോട് പുത്രൻ പറയുന്നത്. അതല്ലേ ഈ വിശുദ്ധ കുർബാന. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടി ഞാൻ നൽകുകയാണ്. വെളിപാട് ഗ്രന്ഥം, ലിറ്റർജിയാണത്. സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി. എല്ലാ സഭകളെയും ലിറ്റർജിയുടെ ഘടന വെളിപാട് ഗ്രന്ഥത്തിൽ നിഴലിക്കുന്നുണ്ട്. ഞാൻ അതിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വെളിപാട് ഗ്രന്ഥത്തിലെ ഒന്ന്, അതിലെ ലിറ്റർജിക്കൽ എലമെന്റ്സ്. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സ്കോട്ട് ഹാൻ എന്ന് പറഞ്ഞ ലൂഥറൻ പാസ്റ്റർ, അദ്ദേഹം ധാരാളം 20-ന് മേലെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്.
അതുപോലെ ദ ലാംസ് സപ്പർ, കുഞ്ഞാടിൻ്റെ അത്താഴം, ദ ഹോളി മാസ് ആസ് ഹെവൻസ് ലെറ്റർജി ഓൺ ദി എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുർബാന സ്വർഗം ഭൂമിയിൽ എന്നുള്ള ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലുള്ളതും പിന്നെ ഞാൻ കണ്ടെത്തിയതുമായ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ദ ഗോൾഡൻ ത്രെഡ് ഓഫ് ലിറ്റർജി, ലിറ്റർജിയുടെ സുവർണ നൂല് ആണ് യോഹന്നാന്റെ വെളിപാട് ഗ്രന്ഥത്തെ ഒന്നിച്ചു നിർത്തുന്നത്. ലിറ്റർജിയുടെ, കത്തോലിക്ക സഭയിലെ ലിറ്റർജിയുടെ സ്വർണ്ണ നൂല് കൊണ്ടാണ് വെളിപാടുകൾ, യോഹന്നാന്റെ വെളിപാട് കൂട്ടിക്കെട്ടിയിരിക്കുന്നത്, അതിനെ ഒരുമിച്ച് നിർത്തുന്നത്. അപ്പൊ നമുക്ക് അതിലത്തെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയണേ. ഒന്ന്, ഈ പള്ളിയുടെ ഘടന അത് വെളിപാട് ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിന്റെ ദർശനം 4-ാമത്തെ അധ്യായം 1 മുതൽ 5-ാമത്തെ അധ്യായം 14 വരെയും 7-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയും. പള്ളിയുടെ ഘടന അന്ത്യത്താഴത്തിന്റെ അല്ല, സ്വർഗത്തിന്റെ ദർശനമാണ്. അപ്പൊ വെളിപാട് ഗ്രന്ഥം 4-5 അധ്യായവും 7-ാമത്തെ അധ്യായവും അതിന്റെ വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭയുടെ ഘടന. ഈ ആധുനിക പള്ളികൾ നോക്കി മനസ്സിലാകില്ല, അത് വേറെ ഒരു ഹാള്, പ്രാർത്ഥനാ ഹാള്. അതല്ല പള്ളിയുടെ ഘടന. നമ്മൾ പറയും ആർഭാടം വേണ്ട, പക്ഷേ സ്വർഗമാണെന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഘടന വേണം. അതിന് പണം ചെലവഴിക്കണം. ദരിദ്രരുടെ പേരും പറഞ്ഞ് കർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കരുതെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പള്ളിയുടെ ഘടനയിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു? ഒരു അൾത്താര, വെളിപാട് 8, 3, 4 വാക്യങ്ങൾ, 11:1, 14, 18. വിളക്കുകൾ, മെനോറ, ദാവീദിന്റെ 7 വിളക്കുകൾ, മെനോറ, 1:12, 2:15 വെളിപാട് ഗ്രന്ഥം. വേദപുസ്തകം, ദ ബുക്ക്, ദ സ്ക്രോൾ, വെളിപാട് 5:1. ഓസ്തി, നിഗൂഢ മന്ന, 2:17. കാസ, ചാലിസ്, ഗോൾഡൻ ബൗൾസ്, സ്വർണം കൊണ്ടുള്ള കാസ, 15:7. പിന്നെ അധ്യായം 16, 21:9. തിരുവസ്ത്രങ്ങൾ, 1:13, 4:4, 6:11, 7:9, 15:6, 19, 13:14. പിന്നെ പള്ളിമണി, ട്രംപറ്റ്സ്, കാഹളം. അന്ന് മണിയില്ല, കാഹളമാണ്, 1:10. ഇനി വെളിപാട് ഗ്രന്ഥത്തിന്റെ സന്ദർഭം എന്താണ്? സൺഡേ ലിറ്റർജി, ദ ലോർഡ്സ് ഡേ, അന്നാണ് വെളിപാടുണ്ടാകുന്നത്. 1:10 കർത്താവിന്റെ ദിവസം. നമ്മളിപ്പോൾ സാബത്ത് പരിശുദ്ധമായി ആചരിക്കണമെന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. സാബത്ത് ശനിയാഴ്ചയാണ്, കർത്താവിന്റെ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ചയാണ്. അത് വെളിപാട് ഗ്രന്ഥത്തിൽ വരുന്നതാണ്. വെളിപാട് 1:10. മഹാപുരോഹിതൻ 1:13, വെളിപാട് 1:13. കുരിശുവര, ഠാവ് എന്ന വാക്ക് ഞാൻ പറഞ്ഞു. യഹൂദന്മാരുടെ കുഴിമാടത്തിലും കുരിശുണ്ട്. യേശുവിന് മുമ്പ് മരിച്ച യഹൂദന്മാരുടെ കുഴിമാടത്തിൽ അതൊക്കെ വരുന്നത് 7:3, വെളിപാട് 7:3, 14:1, 22:4. അതെല്ലാം ബേസ്, പഴയ നിയമത്തിൽ ബേസ് കിടക്കുന്നത് എസക്കിയലിന്റെ പ്രവചനം 9-ാമത്തെ ഗ്രന്ഥമാണ്. ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, പല കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രസംഗത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ ആവർത്തിക്കുകയാണ്. പ്രാർത്ഥനകളും വായനകളും പിന്നെ ആചാരങ്ങളും. ആമേൻ എന്ന പ്രാർത്ഥന 19:4, 22, 21. പെനിറ്റൻസ്, അനുതാപ ശുശ്രൂഷ, 2-3 അധ്യായങ്ങൾ. ഗ്ലോറിയ അല്ലേ, ഗ്ലോറിയൻ എക്സൽസസ് ഇല്ലേ, ഗ്ലോറിയ എന്ന ലത്തിൻ ലിറ്റർജിയിലുണ്ട്, ഗ്ലോറിയ, 15, 3, 4. ഹല്ലേലൂയ നമ്മൾ പാടുമല്ലോ, 19:1, 3, 4, 6. ധൂപക്കുറ്റിയും പുകയും, 5:8, 8, 3, 5. തിരുവചനങ്ങളിൽ നിന്നുള്ള വായനകൾ, അധ്യായം 2, 3, 5, 8, 2 മുതൽ 11 വരെ വാക്യങ്ങൾ. റെസ്പോൺസോറിയൽ സാംസ്, ആന്റിഫോണൽ ശാന്തനൊക്കെ പറയും അല്ലേ, പ്രതിസ്പന്ദ സങ്കീർത്തനം, 4, 8, 11, 5, 9, 14, 7, 10, 12. ത്രിസാഗിയോൻ, പരിശുദ്ധൻ 3 പ്രാവശ്യം, 4, 8.
നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. 11-12 1-10. സോറി, അതെ, കറക്റ്റ്. 11-12 1-10. കന്യകാമരത്തിന് ലിറ്ററിൽ നൽകപ്പെടുന്ന പ്രോമിനൻസ് 12-1-6, 12-13-17. വിശുദ്ധരുടെയും മാലാഖമാരുടെയും മധ്യസ്ഥ പ്രാർത്ഥന 5-8, 6-9, 10, 8-3-4. ദിവ്യ കുഞ്ഞാട് 5-6, 28 പ്രാവശ്യമാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന് 19-9, 19-17. മൗനം, ഒരല്പനേരത്തെ മൗനം 8-1. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള വണക്കം 12-7. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ബ്രഹ്മചര്യം 14-4. വിശ്വാസികളുടെ പൊതുപൗരോഹിത്യം, രാജകീയ പൗരോഹിത്യം 1-6, 20-6. പിന്നെ കാതോലികത, അതായത് യൂണിവേഴ്സാലിറ്റി, സർവ്വലോകങ്ങളെയും സർവ്വജനങ്ങളെയും ബാധിക്കുന്ന സാർവലൗകികമെന്ന് പറയും, സാർവജനീനമെന്ന് പറയും. സർവ്വലോകം, സർവ്വജനീനം, സർവ്വജനങ്ങള്, സാർവത്രികത എന്നും പറയും. അത് സൂചിപ്പിക്കുന്നത് 7-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ചുരുക്കത്തില് നമ്മളിപ്പോൾ കുർബാനയിൽ കാണുന്ന മിക്ക സംഗതികളും വെളിപാട് ഗ്രന്ഥത്തിലുണ്ട്. ഈ വെളിപാട് ഗ്രന്ഥം 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതല്ലേ. ഇപ്പോഴത്തെ തെളിവുകളൊക്കെ വെച്ച് പറയുന്നത് നീറോയുടെ കാലത്താണ്. നീറോ മരിച്ചത് 68-ലാണ്, AD 68. അപ്പം അതിനു മുമ്പ് വെളിപാട് പുസ്തകത്തിന്റെ ആ വെളിപാട് കിട്ടിയെന്നാണ്. മുമ്പൊക്കെ വിചാരിച്ചിരുന്നത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തുനിന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ തെളിവുകളൊക്കെ പറയുന്നത് നീറോ ചക്രവർത്തിയുടെ കാലത്തുനിന്നാണ്, AD 68 മുമ്പ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ നൽകിയതല്ല. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ ലിറ്റർജിയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞേ. ലിറ്റർജിയുടെ ഘടന ഒന്ന് നമുക്ക് നോക്കുക. വെളിപാട് ഗ്രന്ഥത്തിന്റെ ഘടന ലിറ്റർജിയുടെ ഘടനയാണ്. അങ്ങോട്ടൊക്കെ ചില കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷേ ബേസിക് ഘടന ഒന്ന് തന്നെയാണ്. അപ്പം ഞാൻ ഈ 22 അധ്യായങ്ങളുടെ ഈ വെളിപാടിൽ എന്താണ്, ലിറ്റർജിയുടെ ഘടന എന്താണ് പെട്ടെന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ പിന്നെയും കേട്ടാൽ ഇത് മനസ്സിലാകുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ പുസ്തകം ഒന്ന് വായിക്കുക. ഇംഗ്ലീഷിലാണ്. അപ്പോക്കാലിപ്സ് അൺസീൽഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്. 1000-ഓളം പേജുണ്ട്. ആളൊരു ബിബ്ലിയയിൽ കിട്ടും. ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നവർ അതൊന്ന് വാങ്ങിച്ച് വായിക്കുക. 1-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെ ആമുഖം, പ്രലോകം എന്നാണ് വെളിപാട് ഗ്രന്ഥത്തിൽ പറയുക. ലിറ്റർജി അനുസരിച്ചാകുമ്പോൾ എൻട്രൻസ്, പ്രവേശകം, പാട്ടൊക്കെ പാടി ഇങ്ങനെ അതങ്ങനെ ആ എൻട്രൻസ്, ആഘോഷമായ ബലിപീഠത്തിലേക്കുള്ള പ്രവേശനം. 2-3 അധ്യായങ്ങൾ അത് 7 ലേഖനങ്ങൾ, 7 സഭകൾക്ക്. എല്ലാത്തിനും പറയുന്നത് നീ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അനുതപിക്കുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, അതാണ് ഈ കുംഭസാരം എന്ന് പറയണേ, അനുതാപ ശുശ്രൂഷ. ലത്തീൻ റീത്തിലാണെങ്കിൽ തുടക്കത്തിലാണ് ഐ കൺഫസ് എന്ന് പറഞ്ഞ് തുടങ്ങും. തുടക്കത്തിൽ സീറോ മലബാർ സഭയുടെ ആണെങ്കിൽ ദിവ്യകാനം സ്വീകരിക്കുന്നതിന് മുമ്പ് 2 കുംഭസാരം വെച്ചിരിക്കുകയാണ് ഈ അനുതാപ ശുശ്രൂഷ. 4-5 അധ്യായങ്ങൾ അത് ഈ സ്വർഗത്തിൽ സിംഹാസനം, കുഞ്ഞാട്, ഈ 2 രംഗങ്ങളാണ് 4-5 അധ്യായങ്ങൾ. അതാണ് ലിറ്റർജി ഓഫ് ദ വേർഡ്, വചന ശുശ്രൂഷ. 6-ാമത്തെ അധ്യായം അത് 7 മുദ്രകൾ തുറക്കുകയാണ്, കുഞ്ഞാട്. അതാണ് ഹോമിലി, പള്ളിപ്രസംഗം. 6-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ. 7-ാമത്തെ അധ്യായം വിശുദ്ധരുടെ മധ്യസ്ഥം ഒക്കെയാണ്. വിശുദ്ധര്, പ്രയർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, കാറോസൂസ. 8-ാമത്തെ അധ്യായം 1 മുതൽ 11-ാമത്തെ അധ്യായം 19 വരെ 7 കാഹളങ്ങളാണ്, ട്രംപറ്റ്സ്. അതാണ് ഓഫർട്ടറി. ഈ ട്രംപറ്റ്സിലൂടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ കാഴ്ചവെപ്പ് എല്ലാ ലിറ്റർജികളിലും ഇല്ല, ലത്തീൻ ലിറ്റർജിയിലുണ്ട്. അത് ഇതാണ്. പിന്നെ 12-ാമത്തെ അധ്യായം 1 മുതൽ 15-ാമത്തെ അധ്യായം 8 വരെ അവിടെ സ്ത്രീയും കുഞ്ഞാടും അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് അനാഫ്രയാണ്, ലിറ്റർജിയുടെ അനാഫ്ര. ഈ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള അനാഫ്രയിൽ ഈ സ്ഥാപനവാക്യങ്ങളില്ല. സ്ഥാപനവാക്യങ്ങളില്ലാതെ തന്നെ ലിറ്റർജി വാലിഡ് ആയിരിക്കുന്ന ഏക ലിറ്റർജിയാണ് ഈ അദ്ദായി മാറി ശിഷ്യന്മാരുടെ. അതുകൊണ്ടാണ് അത്രയും പുരാതനമാണെന്ന് പറയണേ. ഡിഡാഹെ എന്ന് പറഞ്ഞ AD 100 എഴുതപ്പെട്ട
ആ ഡിഡാഹയിലെ ലിറ്റർജിയോട് കിടപിടിക്കുന്ന ലിറ്റർജി, ആ ലിറ്റർജി ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഏക സഭയാണ് സീറോ മലബാർ സഭ. അതുകൊണ്ടാണ് അതിൻ്റെ ലിറ്റർജി അതിന് തനത് രൂപത്തിൽ വീണ്ടെടുക്കണമെന്ന് റോമ നിർബന്ധം വയ്ക്കുന്നതിന് കാരണം അതാണ്. കാരണം ശിഷ്യന്മാരിലേക്ക് അങ്ങ് എത്തി നിൽക്കുന്ന ലിറ്റർജിയാണിത്. അതേക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പറയാം. അനാഫറ. അത് കഴിഞ്ഞ് 16-ാമത്തെ അധ്യായം 7 ബൗൾസ്, ഈ കോപ്പകൾ കമിഴ്ത്തുകയാണ്. അതാണ് തർപ്പണം. ഈ ചില കുർബാന നമ്മളിങ്ങനെ വെള്ളം തെളിക്കും ആഘോഷമായിട്ട് ലത്തിൻ ലിറ്റർജിയിലൊക്കെ. പിന്നെ 17-18 അധ്യായങ്ങൾ നെഗറ്റീവ് ലിറ്റനിയാണ്. ലിറ്റനി, അതായത് ബാബിലോൺ നശിച്ചു, അപ്പോൾ ബാബിലോണിന്റെ നാശത്തെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു ലിറ്റനി പോലെ ആവർത്തിച്ചിരിക്കുകയാണ്. അതാണ് 17-18. ഇത്രയും കഴിഞ്ഞാൽ ലിറ്റർജിയുടെ ഈ സ്പൈറൽ സ്ട്രക്ചർ തീരുകയാണ്. ഇനി കുറച്ചുകൂടി ശാന്തമാകുകയാണ്. ഈ 19-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ ഈ പ്രൊഥാലാമിയോൻ എന്നാണ് പറയുക. ഒരു കല്യാണ രംഗത്ത് ഒരു സമ്മറി ആയിട്ട് പറയുന്നതിനാണ് പ്രോത്തോലാമിയോൻ എന്ന് പറയുക. പ്രോത്തോലാമിയോൻ. ഇവിടെ ഒരു കല്യാണം, അതായത് ഇനി കുഞ്ഞാൻ്റെ കല്യാണം നടക്കാൻ പോവാണ്. അപ്പോൾ ആ കല്യാണം വിരുന്നതിന് ഒരുക്കമായിട്ട് അതിൻ്റെ സമ്മറി പറയാണ്. ലിറ്റർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയാണ്. ഹല്ലേലൂയ. 19-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ ഈ കല്യാണക്കുറി കൊടുക്കുകയാണ്. കല്യാണക്കുറി ലിറ്റർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻവിറ്റേഷൻ, ക്ഷണം. അപ്പോൾ 19-ാമത്തെ അധ്യായം 11 മുതൽ 21 വരെ ലിറ്റർജിയിൽ നോക്കുകയാണെങ്കിൽ, അല്ല വെളിപാട് നോക്കുകയാണെങ്കിൽ എൻത്രോൺമെന്റ്, രാജാവ് സ്ഥാനാരോഹണം ചെയ്യാണ്. ലിറ്റർജിയിൽ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ അപ്പവും വീഞ്ഞും ഉയർത്തി കർത്താവിന് കാണിച്ചു കൊടുക്കുകയാണ്. രാജാവ് ഈ കർത്താവിന് ഉയർത്തി കാണിക്കുകയാണ് ലിറ്റർജിയിൽ. 20-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ ഈ ഉയർത്തപ്പെട്ട രാജാവ്, യേശു സ്ഥാനാരോഹണം ചെയ്ത രാജാവ്, അവന്റെ ഭരണമാണ്. അതിനാണ് 1000 വർഷത്തെ ഭരണം എന്ന് പറയണേ, ഇറ്റേണൽ റെയിൻ. അത് കഴിഞ്ഞിട്ട് ഈ കല്യാണ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റാത്തവരെയൊക്കെ പുറത്താക്കുകയാണ്, സെപ്പറേഷൻ. കുർബാന സ്വീകരിക്കാത്തവരൊക്കെ പുറത്തു പോകുക. അങ്ങനെ നമ്മുടെ അദ്ദായിമാരെ ശിഷ്യന്മാരെ കുർബാനയുടെ അനാഫറയ്ക്ക് മുമ്പ് പറയുന്നുണ്ട്. അതും വരുന്നത് ഇവിടെ നിന്നാണ്. 20-ാമത്തെ അധ്യായം 11-15. അത് വെളിപാട് പുസ്തകത്തിന്റെ ഇത് വെച്ച് നോക്കിയാൽ അന്ത്യവിധിയാണ്. ലിറ്റർജി വെച്ച് നോക്കിയാൽ ഈ കുർബാന സ്വീകരിക്കാത്തവരൊക്കെ പുറത്തു പോകണമെന്നാണ്. കർത്താവുമായിട്ട് ഒന്നായി തീരാത്തവർ പുറത്തു പോകണം. പിന്നെ 21-ാമത്തെ അധ്യായം 1 മുതൽ 22-ാമത്തെ അധ്യായം 5 വരെ കുഞ്ഞാടും സ്വർഗീയ ജെറുസലേമിൽ കല്യാണം കഴിഞ്ഞിട്ട് അവര് നവീകരിക്കപ്പെട്ട ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നതിനെ കുറിച്ചാണ്. അതാണ് നമ്മുടെ കുർബാനിലെ കമ്മ്യൂണിയൻ, 1-to-1 യൂണിയൻ. ഭാര്യയും ഭർത്താവ് ഒന്നാകുന്നത് പോലെ കർത്താവ് നമ്മൾ ഒന്നായി തീരുകയാണ്. കർത്താവും നമ്മൾ ഒന്നായി തീരുകയാണ്. ദിവ്യ കാരുണ്യം. ഇല്ലേ, മണവാട്ടിയാണ് സഭ എന്നൊക്കെ പെന്തക്കോസ്തുകാരും ദൈവസഭക്കാരൊക്കെ സഭയെക്കുറിച്ച് പറയും. പക്ഷെ അവർക്ക് ഒന്നാകലുണ്ടോ കർത്താവുമായിട്ട്? ഇല്ല. അവർ കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് നൈറ്റ് ഇല്ല എന്ന് പറയാം. അവരുടെ കല്യാണം കൺസുമേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം. ബന്ധപ്പെടുന്നില്ല അവർ. കാരണം അവർക്ക് കുർബാനയില്ല. കുർബാന ഉണ്ടെങ്കിൽ തന്നെ അത് കൂതാശയല്ല. അതായത് കർത്താവായിട്ട് മാറുന്നില്ല. വെറുതെ ഒരു അപ്പം കഴിക്കുന്നു, കുറച്ച് ജ്യൂസ് കുടിക്കുന്നു. അപ്പം മുറിക്കലാണല്ലോ അവർക്ക്, അല്ലാണ്ട് വിശുദ്ധ കുർബാനയില്ലല്ലോ, കൂതാശയില്ലല്ലോ. അത് കഴിഞ്ഞാൽ എപ്പിലോഗ്, ഉപസംഹാരമാണ് വെളിപാട് പുസ്തകം. കുർബാനയിൽ റിസഷണൽ ഇല്ലേ, കുർബാന കഴിഞ്ഞ് പോവുകയാണ്. അതും അതിൻ്റെ ഒരു ഭാഗമാണ്. ചുരുക്കത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ഘടന പഠിച്ചാൽ ഇപ്പോൾ കത്തോലിക്ക സഭയിലുള്ള എല്ലാ ലിറ്റർജിയുടെയും ബേസിക് ഘടന അവിടെ നമുക്ക് കാണാം. ഇത് തിരുവചനമല്ലേ? കർത്താവിൽ നിന്ന് വരുന്നതല്ലേ? വെളിപാടല്ലേ? മനുഷ്യരുണ്ടാക്കിയതാണോ? ഞാൻ ഈ കുർബാന പറഞ്ഞ എല്ലാ ആചാരങ്ങളും വെളിപാട് പുസ്തകത്തിലില്ലേ? നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്തതൊന്ന് കേട്ടു നോക്കിയേ, എന്നിട്ട് ഒരു കുറിപ്പെടുക്കുക. ഇപ്പൊ നമ്മുടെ കുർബാനയിലുള്ള ആചാരങ്ങൾ മുഴുവൻ വെളിപാട് ഗ്രന്ഥത്തിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ആചാരങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കണേ? ചുരുക്കത്തിൽ ലിറ്റർജി യേശുവിൽ നിന്ന് നേരിട്ട് വരുന്നു. മാത്രമല്ല പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവ്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകളാണ് പത്രോസിന് നൽകിയത്, കെട്ടാനും അഴിക്കാനും, അതായത് തീരുമാനമെടുക്കാനുള്ള അധികാരം. അത് പത്രോസിനും പത്രോസിന്റെ പിൻഗാമികൾക്കാണ് നൽകിയത്. ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ എറണാകുളത്ത് ഒരു വിമത വൈദികനും കിട്ടിയിട്ടില്ല, ഒരു വിമത അൽമായ ഗുണ്ടയ്ക്കും കിട്ടിയിട്ടില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ, അതായത് തുറക്കാനും അടയ്ക്കാനും
തീരുമാനമെടുക്കാൻ, കെട്ടാനും അഴിക്കാനും ആ അധികാരം കിട്ടിയിരിക്കുന്നത് മാർപ്പാപ്പയ്ക്കാണ്, പത്രോസിനും പിൻഗാമികൾക്കുമാണ്. ജനങ്ങൾ ഭൂരിപക്ഷത്തോടെ തീരുമാനിക്കുന്നത് പോലെയല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. സ്വർഗരാജ്യത്തിന് താക്കോലുകൾ അവരുടെ കയ്യിൽ ഇല്ലല്ലോ. സ്വർഗരാജ്യത്തിന് താക്കോൽ ജനങ്ങളുടെ കയ്യിലാണോ കൊടുത്തിരിക്കുന്നത്? പത്രോസിന്റെ കയ്യിലല്ലേ? പത്രോസിന് പിൻഗാമികളുടെ കയ്യിലല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുർബാന മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ എറണാകുളംകാർ പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുർബാന മതി. അപ്പൊ ഞാൻ അതിശയിക്കുകയാണ്. അവരെങ്ങാനും അവരുടെ അപ്പനും അമ്മയെങ്ങാനും മരിച്ചപ്പോ ഒസ്യത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും, മരണപത്രം. അങ്ങനെ കൈമാറി കിട്ടിയതാണോ ഈ കുർബാന? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുർബാന. നിങ്ങൾ എവിടെ നിന്നുണ്ടായത്? നിങ്ങൾ എവിടെ നിന്നാ വന്നേ? ഞങ്ങളുടെ കുർബാനയോ? അങ്ങനെ കുർബാനയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. കർത്താവിൻ്റെ കുർബാനയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുർബാന മതി. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ നിങ്ങളുടെ കുർബാന? കഷ്ടം. ഇത്രയും വിവരമില്ലേ നിങ്ങൾക്ക്? ഇനി യേശുവിൻ്റെ 12 ശിഷ്യന്മാർ, ഓരോ ശിഷ്യന് കീഴിലും 6 പേര്, അങ്ങനെ 72 പേര്. അങ്ങനെയല്ലേ? യേശുവിൻ്റെ 12 ശിഷ്യന്മാർ, ഓരോ ശിഷ്യന്മാരുടെ കീഴിലും 6 പേര് വീതം, അങ്ങനെ 72 പേര്. ചിലപ്പോൾ 70 പറയും, അങ്ങനെയുമുണ്ട് കയ്യെഴുത്ത പ്രതികൾ. 70ഉം 72 തുല്യ കയ്യെഴുത്ത പ്രതികളാണ്. ആ 70-നൊക്കെ കാരണമുണ്ട്. ഇസ്രായേൽക്കാർ 70 പേര് ഈജിപ്തിൽ പോയ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൽ 12 സ്ലീഹന്മാർ, അപ്പസ്തോലന്മാർ. ആ സ്ലീഹന്മാർക്ക് 6 പേര് വീതം ഉപശിഷ്യന്മാർ, അങ്ങനെ 72 പേര്. അങ്ങനെ നോക്കിയാൽ തോമാസ് ലീഗായുടെ 6 ശിഷ്യന്മാരിൽ ഒരാളാണ് അദ്ദായി. തോമാസ് ലീഗ യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യൻ സ്ലീഗ. അദ്ദേഹത്തിന്റെ 6 ശിഷ്യന്മാരിൽ ഒരാളാണ് അദ്ദായി. ആ അദ്ദായിയുടെ ശിഷ്യനാണ് മാറി. അപ്പോൾ യേശു, തോമാസ് ലീഗ, അദ്ദായി, മാറി. ഇങ്ങനെ ഇല്ലേ, ചരട് പൊട്ടാതെ ശ്ലൈഹിക പിന്തുടർച്ചയും കൗദാശിക പിന്തുടർച്ചയും നഷ്ടപ്പെടാതെ കൈമാറി കിട്ടിയ വിശുദ്ധ പാരമ്പര്യമാണ് നമ്മുടെ അനാഫറ, സീറോ മലബാർ സഭയിലെ അനാഫറ. യേശു, തോമസ് ലീഗ, അദ്ദായി, മാറി, അങ്ങനെ കിട്ടിയതാണ്. യേശുവിന്റെ നിയോഗ ദൗത്യം എന്തായിരുന്നുവെന്ന് തോമസ് ലീഗ അടക്കമുള്ള ആദിമസഭ അതിന്റെ ശൈശവ ദിശയിൽ തന്നെ ആഴത്തിൽ ഗ്രഹിക്കാൻ ആരംഭിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് ദൈവാത്മാവിന്റെ മാർഗദർശനത്തിന് കീഴിലുള്ള ഓർമ്മപ്പെടുത്തലുകളിലൂടെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തും, യോഹന്നാൻ 14:26. ആ ഓർമ്മപ്പെടുത്തലിലൂടെ യേശുവിന്റെ വചനങ്ങളുടെ പുറകിലുള്ള രഹസ്യത്തെ അതിന് സാകല്യത്തില് ഗ്രഹിക്കാൻ ആരംഭിക്കുകയായിരുന്നു. പുതിയ ഉടമ്പടി എന്ന വാക്ക് യേശു ഉപയോഗിച്ചത് എന്തുകൊണ്ട്? അത് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ ധ്യാനിച്ചപ്പോഴാണ് മനസ്സിലായത്. യിരെമ്യായുടെ ഗ്രന്ഥം 31-ാമത്തെ അധ്യായമാണ് യേശു ഉപയോഗിച്ചത്. നൽകപ്പെടുന്ന ശരീരം, ചിന്തപ്പെടുന്ന രക്തം എന്ന വാക്ക് എന്തുകൊണ്ട് യേശു ഉപയോഗിച്ചു? അത് പരിശുദ്ധാത്മാവിന്റെ തുണയിൽ ധ്യാനിച്ചപ്പോൾ കിട്ടിയതാണ്. പെസഹ കുഞ്ഞാടിന്റെ മാംസം നൽകപ്പെടുക, പെസഹ കുഞ്ഞാടിന്റെ രക്തം ചിന്തപ്പെടുക. അത് നൽകപ്പെടുന്നതും ചിന്തപ്പെടുന്നതും ബലിയിലാണ്. അറക്കപ്പെടുന്ന കുഞ്ഞാട്, അറക്കപ്പെടുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാടിന് പകരം ഇപ്പോൾ ഉള്ളത് ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായി മിശിക. ഇങ്ങനെ പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് പരിശുദ്ധാത്മാവ് രൂപം കൊടുത്ത വിശുദ്ധ പാരമ്പര്യമാണ് വിശുദ്ധ കുർബാന. പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് റദ്ദാക്കിയല്ല, പരിശുദ്ധാത്മാവ് രൂപം കൊടുത്ത വിശുദ്ധ പാരമ്പര്യമാണ് വിശുദ്ധ കുർബാന. അത് ഇന്നും സജീവമായി നിൽക്കുന്ന, ഈ പറഞ്ഞ യേശുവിന്റെ തുടർച്ചയായി നിൽക്കുന്ന, സജീവം നിൽക്കുന്ന വലിയ സഭയാണ് സീറോ മലബാർ സഭ. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും ആ ലിറ്റർജിയും സഭയുടെ തനത് പാരമ്പര്യം വീണ്ടെടുക്കണമെന്ന് നമ്മൾ നിർബന്ധം വയ്ക്കുന്നത്. 300 അച്ഛന്മാരെക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ വിശുദ്ധ പാരമ്പര്യം. കാരണം ഇത് 2000 വർഷമായിട്ട് നമ്മൾക്ക് കിട്ടിയതാണ്. ഈ 300 പേര് വിചാരിച്ചത് തകർത്ത് കളയാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് ഇക്കാര്യങ്ങൾ അറിയില്ലേ? അച്ഛന് മാത്രമേ അറിയുള്ളൂ, മാണിപ്പബ്ലിസിന് മാത്രമേ അറിയുള്ളൂ, ഇത് അവർക്ക് അറിയില്ലേ? നിങ്ങൾ അവരോട് ചോദിക്കൂ. അവർക്ക് അറിയില്ലെന്ന കാര്യം നിങ്ങൾ അവരോട് ചോദിക്കൂ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാനിത് ഉപസംഹരിക്കാം. കഴിഞ്ഞ വർഷം ആഗമനകാലത്ത് ഞാനൊരു പള്ളിയിൽ ആഗമനകാല ധ്യാനം പ്രസംഗിക്കാൻ പോയി. അപ്പോൾ ഒരു
ആശ്രമ വൈദികർ നടത്തുന്ന ഒരു പള്ളിയാണ്. ധാരാളം പേര് അച്ഛന്മാര് എമരിത്തുസ്, അത് റിട്ടയർഡായി, 75 വയസ്സ് കഴിഞ്ഞു, പക്ഷെ നല്ല ആരോഗ്യമുണ്ട്, ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു വലിയ അച്ഛന്മാരുടെ ഒരു വലിയ ഗണം അവിടെയുണ്ട്. ഞാൻ ഷോർട്സിനകത്ത് അവരുടെ ഫോട്ടോ ഇട്ടിരുന്നു. കുറേ പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും പള്ളിയിൽ ഭയങ്കര സജീവമാണ്. പാട്ട് പഠിപ്പിക്കാൻ, ദിവ്യീകരണം കൊടുക്കാൻ, അങ്ങനെ എല്ലാത്തിനും ആക്റ്റീവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരും. അപ്പോൾ ഇവർ ഈ ധ്യാനം മുഴുവൻ കേട്ടു. ധ്യാനം കേട്ട് കഴിഞ്ഞിട്ട് അവർ സുപ്പീരിയർ അച്ഛനോട് പറഞ്ഞു, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. 50 കൊല്ലവും 55 കൊല്ലമൊക്കെ ഞങ്ങൾ കുർബാന അർപ്പിച്ചു. മരിക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും മനസ്സിലായല്ലോ നമ്മൾ ഇത്ര നാളും എന്താണ് അർപ്പിച്ചുകൊണ്ടിരുന്നതെന്ന്. മരിക്കുന്നതിന് മുമ്പെങ്കിലും ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി മാണിപ്പറമ്പിലച്ഛൻ്റെ ധ്യാനത്തിലൂടെ എന്താണ് ഞങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നതെന്ന്, 55 കൊല്ലം ഞങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് കൃത്യമായിട്ട് അവിടെയൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായി. അതുകൊണ്ട് അച്ഛൻ ഒരു ധ്യാനത്തിനോട് ക്ഷണിക്കണം. അങ്ങനെ അവർ നോമ്പുകാല ധ്യാനത്തിന് ക്ഷണിച്ചു. ഞാൻ നോമ്പുകാല ധ്യാനവും അവിടെ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, സെമിനാരി പഠിച്ചതുകൊണ്ട് എല്ലാ കാര്യം എല്ലാവർക്കും അറിയണമെന്നില്ല. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്താണ് വിതയ്ക്കപ്പെട്ട വചനം എഴുതിയത്. സെമിനാരിൽ പഠിക്കുന്ന കാലത്താണ് ബൈബിൾ വിജ്ഞാനകോശം കത്തോലിക്ക സഭയിൽ നിന്നുള്ള കത്തോലിക്കരുടേതായിട്ടുള്ള ആദ്യത്തെ ബൈബിൾ വിജ്ഞാനകോശം. ഞാൻ അച്ഛനാകുന്നതിന് മുമ്പാണ് എൻ്റെ മാനസപുത്രിയാണ് ഈ ബൈബിൾ വിജ്ഞാനകോശം. എൻ്റെ മനസ്സിലാണ് ആ ആശയം ഉദിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തത് കൊണ്ട് കർത്താവ് എനിക്കൊരു കൃപ നൽകി. ആ കൃപയോട് ഞാൻ സഹകരിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് രഹസ്യങ്ങളുടെ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. ദിവ്യരഹസ്യങ്ങളുടെ കാര്യം പറയണേ. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ 2 മാസം മുമ്പ് കുറച്ച് വൈദികർ 30 വർഷം എത്തുകയാണ് വൈദികരായിട്ട്. അപ്പോൾ അവർ പ്ലാൻ ചെയ്തത് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒരു വെക്കേഷൻ പോലെ പോകുക, മെക്സിക്കോ പോകാമെന്നൊക്കെ അവർ തീരുമാനിച്ചു. അപ്പം അതിൽ ഒരച്ഛൻ എന്നെ വളരെ പരിചയമുള്ള അച്ഛൻ പറഞ്ഞു, അതിന് പകരം എനിക്കൊരു പ്രപ്പോസൽ ഉണ്ട്, നമുക്ക് ഈ 5 ദിവസം മാണിപ്പറമ്പിലച്ഛൻ്റെ കൂടെ ആയിരുന്നാലോ. അങ്ങനെ അവരുടെ ബാച്ചിൽ എല്ലാവരും ഇല്ല, ഒരു 30 പേര്, ഇവർ 18 പേര്. ആ 18 പേരാണ് ഒരു ടൂർ പോകാനായിട്ട് തീരുമാനിച്ചത്. അവർ അതിന് പകരം എൻ്റെ കൂടെ താമസിച്ചു 5 ദിവസം. അങ്ങനെ ഞാനും അവരും ധ്യാനം പോലെ, മൗനമൊന്നുമില്ല, കാരണം അവരുടെ ഒരു ജൂബിലി സെലിബ്രേഷൻ പോലെയാണ് 30 കൊല്ലം എത്തുന്നത്. പക്ഷേ എങ്കിലും പ്രാർത്ഥനകളും യാമപ്രാർത്ഥനയും പിന്നെ പ്രസംഗവും എൻ്റെ കോൺഫറൻസും അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും ഒരു ധ്യാനം പോലെ തന്നെ. അവർ അവസാനം പറയാണ്, ഓരോരുത്തരും വന്ന് പറഞ്ഞു, ഞങ്ങൾ ഞെട്ടിപ്പോയി, അതായത് വിസ്മയം കൊണ്ട് ഞെട്ടിപ്പോയി. ഇത്രയും മഹത്തായ രഹസ്യങ്ങളാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കണേ. 30 കൊല്ലത്തിനുള്ളിൽ ഇത്രയും നല്ലൊരു ധ്യാനം ഞങ്ങൾ കൂടിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ട് പിന്നെ ഒരു 7 വൈദികർ, ഞാൻ 2 ആഴ്ച മുമ്പ് ഗ്രീസിൽ പോയപ്പോൾ അതൊരു 12 ദിവസത്തെ പ്രോഗ്രാമാണ്. വെളിപാട് പുസ്തകമാണ് മെയിനായിട്ട്. പിന്നെ പൗലോസിൻ്റെ ലേഖനങ്ങൾ, നടപടി ഗ്രന്ഥം, പത്മോസിൽ യോഹന്നാന് വെളിപാട് കിട്ടിയ സ്ഥലം. അപ്പോൾ അവിടെയായിരുന്നു കൂടുതൽ. 6 ദിവസത്തോളം അവിടെയാണ്. അപ്പോൾ വെളിപാട് ഗ്രന്ഥമാണ് അവിടെ പഠിപ്പിക്കുന്നത് 6 ദിവസങ്ങൾ. അപ്പോൾ ഇവർ കേൾക്കണമെന്ന് പറഞ്ഞു വന്നു. ഞാനൊരു പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയല്ല. കർത്താവ് ഈ തലമുറയിൽ വചനം വ്യാഖ്യാനിക്കാനും ദിവ്യരഹസ്യങ്ങൾ അർത്ഥം പറഞ്ഞു കൊടുക്കാനും എനിക്ക് അഭിഷേകം തന്നിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മഹത്വമല്ല, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം. അപ്പോൾ ഞാനിത് പറയുന്നത്, പിന്നെ ഞാൻ പറയുന്നതിന് എല്ലാത്തിനും തെളിവുകൾ കത്തോലിക്ക സഭയുടെ മതബോധനം, ബൈബിള്, ബെനഡിക്ട് മാർപ്പാപ്പ പോലുള്ള വലിയ അതോറിറ്റീസ്, ഹെൻറി പഷ്ണബുള്ള ആധികാരിക ഗ്രന്ഥകർത്താക്കൾ, ഇവരൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിനാൽ നിങ്ങളും ഇത് ഞാൻ പറഞ്ഞ അപ്പാടെ വിഴുങ്ങൊന്നും വേണ്ട. പക്ഷേ ഞാൻ പറയുന്നതിൽ സത്യമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് ഈ ആചാരങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയുന്ന ആ തീർത്തും നിസാരവൽക്കരിക്കുന്ന അത്തരം തട്ടിപ്പുകളെ നിങ്ങൾ തള്ളിക്കളയുക. എന്നിട്ട് കർത്താവിനും കർത്താവിൻ്റെ സഭയോടും ഒന്നിച്ച് നിൽക്കുക. ആരാധനക്രമം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. മനുഷ്യരുണ്ടാക്കിയ മാറ്റിമറിക്കാവുന്ന ചില ആചാരങ്ങളല്ലാതെ, മറിച്ച് ദൈവം നമുക്ക് നൽകിയ വിശുദ്ധ നിധിയായ വിശുദ്ധ പാരമ്പര്യമാണത്.